LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ മലയോര ജനത 9-ന് രാജ്ഭവൻ മാർച്ച് നടത്തുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർഷക ദ്രോഹികളെയും ഇടുക്കി ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുന്ന വിധ്വംസക സംഘടനകളെയും ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അവർ പറഞ്ഞു. രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി 5, 6, 7 തീയതികളിൽ ജനങ്ങളെ അണിനിരത്തുന്ന സമ്മേളനങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുമെന്നും LDF ഭാരവാഹികൾ വ്യക്തമാക്കി. കേരള നിയമസഭ ഐകകണ്ഠമായി പാസാക്കിയ ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ഗവർണർ ഒപ്പുവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ വികാരമേറ്റെടുത്ത് ഇടതുമുന്നണി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 9-ന് മലയോര ജനത രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് LDF ജില്ലാ കൺവീനർ KK ശിവരാമൻ, CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എന്നിവർ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 3 മാസമായി ഈ നിയമ ഭേദഗതി സംസ്ഥാന ഗവർണറുടെ മേശപ്പുറത്തുണ്ട്. അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കി കൊടുക്കുന്ന ഒരു നിയമത്തിൽ ഒപ്പിടില്ല എന്നൊരു തീരുമാനത്തിൽ നിൽക്കുന്നയാളാണ്. അപ്പോൾ ഇതിനകത്തും അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കി ജില്ല മാത്രമല്ല, മറ്റു ജില്ലകളിൽ കുറേ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയാണ്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു വിഷയമാണ്. ഇപ്പോഴും നിയമം അംഗീകരിച്ചെങ്കിലും ഗവർണർ ഒപ്പിടാതെ അത് നിയമമായി മാറില്ല. അപ്പം അതിൻ്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ ഗവൺമെൻറ് അതിൽ ഒപ്പിടണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം. 1960-ലെ ഭൂപതിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 64-ലെ ചട്ടങ്ങളിലും 93-ലെ ചട്ടങ്ങളിലും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് 6 പതിറ്റാണ്ടായി മലയോര ജനത ആവശ്യപ്പെട്ടു വരികയാണ്. 2010 സെപ്റ്റംബറിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി പ്രശ്നം സങ്കീർണമാക്കി. 2011 മുതൽ 16 വരെ അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഈ ഹൈക്കോടതി വിധി ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചതേയില്ല. ഹൈക്കോടതി വിധി മൂന്നാർ മേഖലയിൽ ഇനിയുള്ള നിർമ്മാണങ്ങൾക്ക് റവന്യൂ NOC നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. മൂന്നാർ മേഖലയിൽ ഉൾപ്പെടേണ്ട വില്ലേജുകൾ ഏതൊക്കെയാണെന്ന് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അനങ്ങിയില്ല. പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നൊന്നായി ഹൈക്കോടതി കയറിയിറങ്ങി കോടതി ഉത്തരവ് ജില്ലയിലാകെയും സംസ്ഥാനത്താകെയും ബാധകമാക്കിയതായും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിലാണ് ചട്ടഭേദഗതി വേണമെന്ന ആവശ്യം ശക്തമായത്. തുടർന്ന് നിയമ വിദഗ്ധരുമായി ചർച്ച ചെയ്ത ഭേദഗതി നിയമസഭയിൽ കൊണ്ടുവരികയും പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ ഭേദഗതി ഏകകണ്ഠമായി പാസാക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 മാസമായി നിയമത്തിന് പുറത്ത് ഗവർണർ അടയിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ നിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കരുതെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ കർഷകരുടെ പേരിൽ പ്രവർത്തിക്കുന്ന ചില അലവലാതി സംഘടനകൾ ഗവർണർക്ക് നിവേദനം നൽകി കഴിഞ്ഞു. ജില്ലയിലെ കൃഷിക്കാരെ ഒറ്റുകൊടുക്കാൻ കർഷക ശത്രുക്കളായ കർഷകദ്രോഹികളെ മലയോര ജനത തിരിച്ചറിയണം. ഇവർ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇടുക്കി ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്നാവശ്യപ്പെടുന്ന വിധ്വംസക സംഘടനകളും ഈ കൂട്ടത്തിലുണ്ട്. അവരെ ജനം തിരിച്ചറിയുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആയിരങ്ങൾ അണിനിരക്കുന്ന രാജ്ഭവൻ മാർച്ച് നടത്തുന്നതിന് LDF ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലയിലെ 52 പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും 2 മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്തുന്ന പ്രകടനങ്ങളും സമ്മേളനങ്ങളും ജനുവരി 5, 6, 7 തീയതികളിൽ നടക്കും. രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കാൻ വരുന്നവർ രാവിലെ 9 മണിക്ക് റാന്നി മന്ദമാരുതിയിൽ കേന്ദ്രീകരിക്കണം. രാജ്ഭവൻ മാർച്ച് 9-ാം തീയതി 2 മണിക്ക് പാളയത്ത് കേന്ദ്രീകരിക്കും. അവിടെ നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യും. രാജ്ഭവൻ മാർച്ചിനോട് അനുബന്ധമായി ചേരുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യപ്രഭാഷണം നടത്തും. ഇടത് നേതാക്കളായ LDF സംസ്ഥാന കൺവീനർ EP ജയരാജൻ, ജോസ് K മാണി, PC ചാക്കോ, മാത്യു T തോമസ്, കടന്നപ്പള്ളി രാമേന്ദ്രൻ, MJ ജോസഫ്, വർഗീസ് ജോർജ് തുടങ്ങിയവർ സംസാരിക്കും. തൊടുപുഴയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് KN റോയ്, NCP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KT മൈക്കിൾ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിബി മൂലേപ്പറമ്പിൽ, കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റ് രതീഷ്, കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജോണി ചെരുവുപറമ്പിൽ, INL ജില്ലാ പ്രസിഡന്റ് NN സുലൈമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.